ഡർട്ടി ബിസിനസ്. കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ ജനപ്രിയ നടൻ മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ഞാനിവിടെ പറഞ്ഞത്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഒരു വാക്കാണ്. കേരളം ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്തെല്ലാ രാജ്യങ്ങളിലും മലയാളിയുണ്ട്. മലയാളി ഇല്ലാത്ത ഒരു രാജ്യവും നമുക്ക് കാണാൻ സാധ്യമല്ല. ഇന്ത്യയെ സംബന്ധിച്ച് കേരളം ഒരു മാതൃകയാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വ്യവസായ വാണിജ്യ ബന്ധങ്ങൾ കോർത്തെടുത്ത ഒരു സംസ്കാരമാണ് കേരളത്തിൻ്റെത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളെ വിശ്വപൗരനാണെന്ന് നമ്മൾ വിളിക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ആദിമ സംസ്കാരങ്ങളും ഇവിടെ എത്തുകയും ഏറ്റവും നല്ലത് ഈ നാടിന് സമ്മാനിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള സംസ്കാരം അതുകൊണ്ട് തന്നെ ലോകോത്തരമാണ്. കേരളത്തിലെ ജനങ്ങളെ അതുകൊണ്ട് ലോകം അംഗീകരിക്കുന്നു, ആദരിക്കുന്നു, ചേർത്ത് നിർത്തുന്നു. കേരളത്തിന്റെ ബൗദ്ധിക സ്വത്ത് പ്രസിദ്ധമാണ്. സിനിമയിൽ പറയുന്നത് പോലെ ബുദ്ധിയാണ് സാറേ കേരളത്തിന്റെ മെയിൻ. കേരളം ബുദ്ധിശാലികളുടെ നാടാണ്. ഇവിടെ നിന്നാണ് മിടുക്കന്മാരായ ആളുകൾ ലോകത്തെമ്പാടും ഇന്ന് വ്യാപിക്കുന്നത്. അനിൽ മേനോൻ ഇപ്പോൾ ഏതാണ്ട് സൗരയുധത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പറക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇവിടെ ചേരുന്നത്. ഒരു മലയാളി ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കുമ്പോൾ നമ്മൾ അഭിമാനം കൊള്ളണം. തികഞ്ഞ ബുദ്ധിയോടെ, തെളിഞ്ഞ ബുദ്ധിയോടെ ചിന്തിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ ജനിക്കുന്നത്. ആ അത്ഭുതങ്ങൾ ഉണ്ടാക്കുവാനും അത്ഭുതങ്ങൾ കാണുവാനും നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായ താല്പര്യം ഉണ്ടാകും. കേരളത്തെ മുന്നോട്ട് നയിക്കേണ്ടതും നമ്മുടെ യുവാക്കളുടെ ബുദ്ധിയാണ്. ആ ബുദ്ധിയുടെ അന്തകനാണ് ലഹരി എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞാൻ ഈ ഓപ്പറേഷൻ തുഫാൻ ആരംഭിച്ചിട്ട് 42 ദിവസമായി. 6000 മുതൽ 7000 ആളുകളെ അറസ്റ്റ് ചെയ്തു. ഏതാണ്ട് 6000-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. 70 കോടിയോളം രൂപയുടെ സാധനങ്ങളാണ്, മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളാണ് പോലീസ് കേരളത്തിലാകെ ഇന്ന് പിടിച്ചെടുത്തത്. അത്ര ഭീകരമാണ് കേരളത്തിൽ ലഹരിയുടെ വ്യാപനം. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ, യുവതലമുറയുടെ ജീവിതത്തെ നശിപ്പിക്കുന്നു, തകർക്കുന്നു, ഇല്ലാതാക്കുന്നു എന്നത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേരള ഗവൺമെന്റ് ആഭ്യന്തര വകുപ്പ് ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പദ്ധതി ആരംഭിച്ചത്. 42 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ആരംഭിക്കുമ്പോൾ ഇത്രയും വലിയ ഒരു ഭീകരമായ അവസ്ഥ കേരളത്തിലുണ്ടെന്ന് ഞാൻ പോലും കരുതിയതല്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുരുന്നു പ്രായത്തിൽ നമ്മളുടെ ജീവിതം തകർക്കാൻ മരണത്തിന്റെ വ്യാപാരികൾ നടത്തുന്ന ശ്രമങ്ങളുടെ യഥാർത്ഥ ചിത്രം ഇപ്പോഴാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകാം, ഈ ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെ നമ്മുടെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നായിരിക്കും പറയുക. നമ്മുടെ സ്കൂളിന്റെ പരിസരത്ത് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ നമ്മൾ അനുവദിക്കില്ല. ബാറുകൾ നമ്മൾ അനുവദിക്കാറില്ല. കർശന നിയമമാണ്. കാരണം ഈ വിഷദ്രാവകങ്ങൾ, ഈ വിഷം നമ്മുടെ കുട്ടികളുടെ കൈകളിൽ എത്താതിരിക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം വീടുകളിൽ നമ്മൾ വിഷമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് മാറ്റിവെക്കും. കുട്ടികൾ അത് തൊടുക പോലും ചെയ്യാതെ മാറ്റി ഉരത്തിൽ എവിടെയെങ്കിലും വെക്കും. പ്രായപൂർത്തിയായവർക്ക് ഇന്ന് നിയമവിധേയമായി അനുവദിച്ചിട്ടുള്ള ചില ലഹരി ഉപയോഗങ്ങൾ പോലും കുട്ടികൾ നകറ്റുന്നതാണ് നമ്മുടെ രീതി. ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞ മുന്നറിയിപ്പോടെ ആയിരിക്കും നമ്മളതിനെ സമീപിക്കുന്നത്. അതിൻ്റെ കാരണം നമ്മുടെ പുതിയ തലമുറയെ, വളർന്നു വരുന്ന തലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളതാണ്.
എല്ലാ ലഹരിയും വിഷമാണ്. അതിൽ നിന്ന് നാട് പൂർണ്ണമായി മുക്തമാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിയമങ്ങൾ വഴി അനുവദനീയമായ ലഹരിയുടെ കാര്യത്തിൽ പോലും ഇത്രയും കർശനമായി ഇടപെടുമ്പോൾ നമ്മുടെ സ്കൂളുകളുടെ പരിസരങ്ങളിൽ നിരോധിത ലഹരി ലഭ്യമാകുന്നത് നമുക്ക് നോക്കി നിൽക്കാൻ കഴിയുമോ? ഒരിക്കലും പാടുള്ളതല്ല. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ലഹരിക്ക് അടിമകളാക്കി മാറ്റാൻ വളരെ ബോധപൂർവമായ നിലയിലുള്ള നീക്കമാണ്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് SP എന്നെ രാത്രിയിൽ വിളിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ ഇന്നൊരു വലിയ ക്യാച്ച് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്താണ്? സാർ, ഞങ്ങൾക്ക് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പ്രകാരം ഒരു ക്ലീൻ കമ്പനി എന്ന ബോർഡ് വെച്ച് ഒരു സ്ഥാപനം നടത്തുന്നു. ആ സ്ഥാപനത്തിനകത്ത് എന്തോ അംഗീകരിക്കാൻ കഴിയാത്ത നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അത് ക്ലീൻ കമ്പനി അല്ല, കുട്ടികൾക്ക് കൊടുക്കാനുള്ള ലക്ഷക്കണക്കിന് മിഠായികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. കൂൾ ലിപ്സ് എന്ന് പറയുന്ന ഏറ്റവും വിഷം നിറഞ്ഞ ഒരു മിഠായി അവിടെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞുണ്ടാക്കുകയാണ്. വായിൽ വെച്ചാൽ നമ്മുടെ ലിപ്സിനകത്ത് കൂൾ എഫക്റ്റ് ഉണ്ടാകും. അത് ആദ്യം പുകയില്ല, പിന്നീട് മയക്കുമരുന്ന് അതിനകത്തുണ്ടാകും. കൊച്ചു കുഞ്ഞുങ്ങളെ ഈ മിഠായി കൊടുത്ത് കബളിപ്പിക്കാനുള്ള, വലയിലേക്ക് വീഴ്ത്താനുള്ള നീക്കത്തിന്റെ തുടക്കമാണ് ഞങ്ങൾ അവിടെ പോലീസ് പിടിച്ചെടുത്തത്. 65 ലക്ഷം രൂപ വില വരുന്ന ഒരു മെഷീൻ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഞാൻ നിങ്ങൾ എന്ത് ചെയ്തു? സാർ, അത് മുഴുവൻ ഞങ്ങൾ പിടിച്ചെടുത്തു. അവരെ ഞങ്ങൾ ജയിലിൽ റിമാൻഡ് ചെയ്തു. മാത്രമല്ല, അവരുടെ പേരിൽ കാപ്പ ചുമത്താനും അയാളുടെ വസ്തുവകകൾ കണ്ടെത്താനുമുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകട്ടെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നോട് ചോദിക്കേണ്ട, അവരുടെ മുഴുവൻ പ്രോപ്പർട്ടിയും കണ്ടെത്താനും കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാനുമുള്ള നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഞാൻ ആവശ്യപ്പെട്ടത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരെങ്കിലും വഴിയിൽ വെച്ച് നിങ്ങൾക്കൊരു മുട്ടായി തന്നാൽ വാങ്ങരുത്. കടകളിൽ മുട്ടായി നമ്മുടെ കുട്ടികൾ ആരെങ്കിലും, നിങ്ങളുടെ സഹപ്രവർത്തകർ ആരെങ്കിലും വെളിയിൽ നിന്ന് വാങ്ങി തന്നാൽ തിന്നരുത്. നിങ്ങൾ അധ്യാപകരോട് ചോദിക്കണം, മാതാപിതാക്കളോട് ചോദിക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങളെ വളർത്തി വലുതാക്കി. ഞങ്ങളെയൊക്കെ അതുപോലെയാണ് കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. നിങ്ങളെ ഈ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവരെന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടിട്ടാണ് നിങ്ങളെ ഇവിടെ അയക്കുന്നത്. ഭാവി നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വത്താണ്. നിങ്ങളെ ഈ കുരുന്നു പ്രായത്തിൽ തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ അമ്മ ആരാണ്, പെങ്ങളാരാണ്, ടീച്ചർ ആരാണ്, കൂട്ടുകാരി ആരാണെന്ന് എല്ലാ ബോധവും പോകുന്നു. ബുദ്ധിയും ചിന്തയും തകർക്കുന്നു. ഈ രാസലഹരിയുടെ യഥാർത്ഥ ചാരന്മാർ നമ്മുടെ മുമ്പിൽ ഉണ്ട്, ചുറ്റുമുണ്ട് എന്നുള്ള വസ്തുത നമ്മൾ കണക്കിലെടുക്കണം. ഓപ്പറേഷൻ തുഫാൻ ആ നടപടികളെ തകർക്കാനുള്ള ഒരു യുദ്ധമാണ്. ഈ യുദ്ധം നമുക്ക് ജയിച്ചേ മതിയാകൂ. ഈ യുദ്ധത്തിൽ നമുക്ക് പുറകോട്ട് പോകാൻ പാടില്ല. നമ്മുടെ ശത്രു മയക്കുമരുന്ന് ലോബിയാണ്. ആ മയക്കുമരുന്ന് ലോബിയെ തകർക്കുന്നത് വരെ നമ്മുടെ ഈ യുദ്ധം മുന്നോട്ട് തന്നെ കൊണ്ടുപോകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം, ഒരു വട്ടം ഒന്ന് ഉപയോഗിച്ച് നോക്കാം, ഇതെന്താണെന്ന് അറിയണ്ടേ, കൗതുകമുണ്ടാകും. പക്ഷെ ഞാൻ പറയുന്നു, ഒരിക്കൽ ഉപയോഗിച്ചാൽ പിന്നത് നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കണമെന്ന് തോന്നും. വീണ്ടും വീണ്ടും ഉപയോഗിച്ചാൽ നിങ്ങളുടെ മസ്തിഷ്കം തകരും, ഓർമ്മശക്തി പോകും, നിങ്ങളുടെ ജീവിതം തകരും. മാത്രമല്ല, അത് ആ ലഹരി നമ്മുടെ ജീവിതം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന്റെ ജീവിതം പോലും തകർക്കും. നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് ലഹരി നൽകുന്ന തരുന്ന ആളുകൾ ഈ ലഹരി തങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കുമോ? കൊടുക്കില്ല. അവർ മറ്റുള്ളവർക്കേ കൊടുക്കൂ. അത്ര മാരകമായ നിലയിലാണ് ഈ ലഹരിയുടെ ഇഫക്റ്റ് ഉണ്ടാകുന്നത് എന്ന് നാം തിരിച്ചറിയണം. മാഫിയ എന്നാൽ യന്ത്രങ്ങളൊന്നുമല്ല. എന്താണ് മാഫിയ? മനുഷ്യർ തന്നെയാണ്.
മരണവും വിഷവും വിറ്റ് എളുപ്പ വഴിയിൽ കോടീശ്വരനാകുന്ന ധാരാളം ആളുകളെ നമുക്ക് ലോകത്ത് കാണാം. അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബി അതിൻ്റെ ഭാഗമാണ്. അവർ നമ്മുടെ ജീവിതമാണ് തകർക്കുന്നത്. അവരുടെ ആർഭാട ജീവിതത്തിന് കോടീശ്വരന്മാരായി കഴിയാനുള്ള അവരുടെ ആഗ്രഹത്തിന്റെ പേരിൽ നമ്മളെ പോലെയുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളെയും രക്ഷകർത്താക്കളെയുമാണ് ഇവർ തകർക്കാൻ ആഗ്രഹിക്കുന്നത്. വിദ്യാലയങ്ങൾ, അത് സ്കൂളായാലും കോളേജായാലും സർഗാത്മകമാകണം. ജെൻസി യൂത്താണ് എൻ്റെ മുന്നിലുള്ളത്. അവരുടെ പേരൻസാണ് ഈ വേദിയിൽ മുമ്പിലിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ജെൻസി തലമുറ ഏറ്റവും വലിയ പ്രത്യേകത, അവർ ഇതുവരെ ജനിച്ച മലയാളികളിൽ ഏറ്റവും ഇന്റർനാഷണലായി എന്നുള്ളത്. ജെൻസികൾ ലോകത്തെ ഏറ്റവും മികച്ച സിനിമകൾ കാണുന്നു, പുസ്തകങ്ങൾ വായിക്കുന്നു, ടെക്നോളജി ഉപയോഗിക്കുന്നു, ബുദ്ധിശക്തിയോടുകൂടി പ്രവർത്തിക്കുന്നു. ഇന്നിപ്പോൾ ഇവിടെ കണ്ട സിനിമ പോലെ 100 കണക്കിന് ചെറിയ ഫിലിമുകൾ, ഷോർട്ട് ഫിലിമുകൾ നമ്മുടെ കുട്ടികൾ ഉണ്ടാക്കുകയാണ്. എൻ്റെ അടുക്കൽ ധാരാളം ആളുകൾ വരുന്നുണ്ട്. അവർ, സാറേ, ഞങ്ങളൊരു സിനിമ ഉണ്ടാക്കി, ഞങ്ങളൊരു ചെറിയ ഷോർട്ട് ഫിലിം ഉണ്ടാക്കി, ഞങ്ങൾ വീഡിയോയിലൂടെ ഇതിൻ്റെ ഈ ലഹരി ഉണ്ടാക്കുന്ന വിപത്ത് ഞങ്ങൾ വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ടാക്കുന്നു, നാടകമുണ്ടാക്കുന്നു, മാജിക്കൽ ഉണ്ടാക്കുന്നു. എത്രയോ സർഗാത്മകമായ നിലയിലാണ് നമ്മുടെ യുവത്വം പ്രവർത്തിക്കുന്നത് എന്നെനിക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പണ്ടൊക്കെ പാരീസിൽ നിന്നൊരു ഫാഷൻ കേരളത്തിലെത്താൻ വർഷങ്ങളെടുക്കും. ഇന്ന് ലോകത്ത് ഏത് പുതിയ കാര്യം സംഭവിച്ചാലും അത് അപ്പം തന്നെ കേരളത്തിലെത്തും. ജൻസി തലമുറ കേരളത്തെ ലോകോത്തരമാക്കുകയാണ്. അവർക്കൊപ്പം ഉയരുന്ന ഒരു പോലീസാണ് വേണ്ടത്. അവർക്കൊപ്പം ഉയരാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു പോലീസിനെ രൂപപ്പെടുത്താനാണ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഞാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങളെ അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. പോലീസുകാർ നിങ്ങളോട് നല്ല ചങ്ങാതിമാരെ പോലെ പെരുമാറണ്ടേ? സൗഹൃദമുള്ളൊരു പോലീസല്ലേ നമുക്ക് വേണ്ടത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറയൂ. ചങ്ങാതിമാരെ പോലെ പ്രവർത്തിക്കുന്ന പോലീസല്ലേ നിങ്ങൾക്ക് ആവശ്യം? സദസ്സിലുള്ള എൻ്റെ യുവ സുഹൃത്തുക്കൾ പറയൂ, നിങ്ങളുടെ ശബ്ദമാണ് ഉയരേണ്ടത്. അതാണ് ഈ നാടിന്റെ ശബ്ദമായി പരിണമിക്കേണ്ടത്. ഓപ്പറേഷൻ തുഫാൻ എന്ന് നമുക്കൊന്ന് ഉറക്കെ പറയാം, എല്ലാവരും ഒരുമിച്ച്. ഓപ്പറേഷൻ തുഫാൻ, ഓപ്പറേഷൻ തുഫാൻ, ഓപ്പറേഷൻ തുഫാൻ. നമ്മളിങ്ങനെ ഉറക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നാണ് ഇത് വരുന്നത്. ഈ നാടിനെ തകർക്കുന്ന, തലമുറകളെ ഇല്ലാതാക്കുന്ന, നമ്മുടെ ജീവിതം പുകച്ചു കളയുന്ന ലഹരി മാഫിയക്കെതിരെയുള്ള ശക്തമായ പോരാട്ടമാണിതുണ്ടായത്. ഞാൻ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ പോയി. നമ്മുടെ അതിഥി തൊഴിലാളികളായ സഹോദരന്മാരെ കാണാനാണ് പോയത്. അതിഥി തൊഴിലാളികളെല്ലാം കുഴപ്പക്കാരാണെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ചില ആളുകൾ മയക്കുമരുന്നിൻ്റെ അടിമകളായി മാറുന്നു, ചിലർ കാരിയേഴ്സായി മാറുന്നു, ചിലർ അത്തരം പ്രവർത്തനങ്ങൾ വ്യാപകമായി നടത്തുന്നു. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഞാനവിടെ പോയത് വാസ്തവത്തിൽ അതിഥി തൊഴിലാളികളുടെ സേവനം ചെറുതല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാൻ ആള് കിട്ടാത്ത അവസ്ഥയുണ്ട്. പക്ഷേ അത് പരിഹരിക്കുന്നത് നമ്മുടെ അതിഥി തൊഴിലാളികളാണ്. അതിഥി തൊഴിലാളികളുടെ മറപറ്റി അവരെ ലഹരിയിൽ ചാടിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട കുറെ ആളുകൾ തന്നെയാണ്, നമ്മുടെ നാട്ടിലുള്ളവരാണ്. ആ മാഫിയയുടെ പിന്നിൽ പോലീസുണ്ട്. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ നമ്മുടെ അച്ഛനോട് പറയുകയായിരുന്നു. അച്ഛനോടുണ്ട്. കേരള പോലീസ്, എറണാകുളത്തെ പോലീസ് ഇവിടുത്തെ സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാരെ പരിശോധിക്കാൻ തീരുമാനിച്ചു. വേദനയോട് ഞാൻ പറയട്ടെ, 29 ഡ്രൈവർമാർ മദ്യപിച്ചാണ് ഈ സ്കൂൾ ബസ്സുകൾ ഓടിച്ചതെന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ആ 29 പേരുടെയും ലൈസൻസ് ക്യാൻസൽ ചെയ്തു. അവരെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. നമ്മുടെ കുഞ്ഞുങ്ങൾ, എനിക്കൊരു പേരക്കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കൈ പിടിച്ച്
സ്കൂളിൽ പോകുന്ന കുട്ടിയുണ്ട്, 5 വയസ്സുള്ള കുട്ടിയാ. അവനെ സ്കൂളിലെ ബസ്സിൽ നമ്മൾ കയറ്റി വിടുമ്പോൾ അവന് വൈകുന്നേരം വരുന്നത് കാത്തിരിക്കുകയാണ്. മദ്യപിച്ച് മതോന്മത്തരായ ഡ്രൈവർമാർ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോൾ എവിടെങ്കിലും വെച്ച് ഒരു കണ്ണ് ചിമ്മിയാൽ ഈ കുരുന്നുകളുടെ ജീവൻ എന്താവും ആലോചിച്ചു. മദ്യപിച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, ഇവിടെ പിന്നെ എല്ലാ ഡ്രൈവർമാരെയും രാവിലെയും വൈകുന്നേരവും പരിശോധിച്ചേ വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. കേരളത്തിൽ ഇത്തരം ഡ്രൈവർമാർ സ്കൂൾ ബസ് ഓടിക്കുന്നത് അനുവദിക്കുകയില്ല എന്നുള്ള തീരുമാനം കേരള പോലീസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് കേരള ആഭ്യന്തര വകുപ്പ് കർണാടകം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, പുതുശ്ശേരി എന്നീ സംസ്ഥാനങ്ങളിലെ DGPമാരെ ഞങ്ങൾ വിളിച്ചുകൂട്ടി. അവരുമായി സംസാരിച്ചു. കാരണം ഇതിന്റെ വേര് നമുക്ക് അറക്കണം. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ഞാൻ നേരിട്ട് സംസാരിച്ചു. നാളെ രാവിലെ 12 മണിക്ക് ഞാൻ പ്രശസ്ത സിനിമാ താരവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ ശ്രീ വിജയെ കാണുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി അറിയിക്കുക. അദ്ദേഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കും ഓപ്പറേഷൻ തുഫാന് എല്ലാ പിന്തുണയും നൽകാൻ. അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെടും നമ്മളെ സഹായിക്കാൻ. തീർച്ചയായും അദ്ദേഹം സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലഹരിയുടെ കെണിയിൽ വീണുപോയവർ ഇതോടെ ജീവിതം തകർന്നു എന്ന് കരുതണ്ട. അവരെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. ഓപ്പറേഷൻ തുഫാന് 3 ഘട്ടമാണ്. ഒന്ന് തുഫാൻ സ്ട്രൈക്ക്, അത് പോലീസ് ചെയ്യുന്നു. 2 തുഫാൻ വാരിയേഴ്സ്, അത് അവരുടെ ജോലി ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. 3-മത്തെ തുഫാൻ കെയർ. ഇന്ന് ഞാൻ നേരത്തെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ അത് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കോട്ടയത്ത് കാരിത്താസ് ആശുപത്രിയിൽ ആ മാനേജ്മെന്റ് ഒറ്റക്കെട്ടായി തുഫാൻ കെയർ അവിടെ വരുന്ന രോഗികളെ ശുശ്രൂഷിക്കാനും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും അവർ സഹായിക്കാമെന്ന് പറഞ്ഞു. കേരളത്തിലെ 35 ആശുപത്രികൾ അതിന് തയ്യാറായിട്ടുണ്ട്. ഒരിക്കൽ ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ചു പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരണം. ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പുനരധിവാസവും അവരെ സഹായിക്കാനുമുള്ള പദ്ധതി കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് നമ്മുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള ജീവന്റെ പ്രശ്നമാണ്, ജീവിതത്തിന്റെ പ്രശ്നമാണ്. ജീവിതം സമൂഹത്തിന് വേണ്ടിയാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കുന്ന ആരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ലഹരി ഉപയോഗിക്കാൻ പാടില്ല. ഇന്ന് ലഹരി എന്താണ്? ജീവിതമാണ് ലഹരി എന്ന് നമ്മൾ കാണണം. ഇന്നിപ്പോ ലോക ഫുട്ബോൾ നടക്കുകയാണ്. ആരൊക്കെയാണ് അർജന്റീനയെ പിന്തുണയ്ക്കുന്നതെന്ന് കൈവക്കിയേ? സ്പെയിനിനെ പിന്തുണയ്ക്കുന്ന ആരാണ്? കുറവാണ് അല്ലേ? ഇംഗ്ലണ്ടിനെ പിന്തുണയ്ക്കുന്ന ആരാണ്? അപ്പൊ നിങ്ങളുടെയൊക്കെ വിശ്വാസം ആര് ജയിക്കുമെന്നാണ്? ഞാൻ ആദ്യം ബ്രസീലായിരുന്നു, ഇപ്പൊ ഞാനും മാറി, ഞാനും അർജന്റീനയാണ്. ഇതാണ് ലഹരി, ഇതാണ് ലഹരി. ഇതിനെയാണ് ലഹരി എന്ന് വിളിക്കുന്നത്. ഫുട്ബോളാണ് ലഹരി, കായിക വിനോദമാണ് ലഹരി, നമ്മുടെ കലാപ്രവർത്തനമാണ് ലഹരി. അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. അല്ലാണ്ട് ജീവിതം പുകച്ചു കളയാനുള്ള ഒന്നല്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞയുമായി നമുക്ക് മുന്നോട്ട് പോകണം. എല്ലാവരും അതിന് സജ്ജമാകണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓപ്പറേഷൻ തുഫാന്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു സ്റ്റാൻഡിംഗ് ഒവേഷൻ നമുക്ക് നൽകാമെന്ന് ഞാനൊരു പ്രതിജ്ഞ ചൊല്ലി ഇരിക്കണ്ട, കൈ മുന്നോട്ട് നീട്ടി. എല്ലാ വിധത്തിലുമുള്ള ലഹരി ഉപയോഗവും എന്റെ ആരോഗ്യത്തെയും ബുദ്ധിയെയും ജീവിതത്തെയും സമാധാനത്തെയും നശിപ്പിക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും മാത്രമല്ല സമൂഹത്തിനാകമാനം
ദോഷകരമെന്ന് ഞാൻ ബോധ്യപ്പെടുന്നു. തലമുറകളെയും നാടിന്റെ ഭാവിയെയും ഇല്ലാതാക്കുന്ന ലഹരി മാഫിയയുടെ വേരറക്കുമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. അതിനായി ലഹരി വിരുദ്ധ ദൗത്യമായ ഓപ്പറേഷൻ തുഫാൻ, ദി നർക്കോ ഹണ്ട്, അതുമായി ഞാൻ ഇതിനാൽ കൈകോർക്കുന്നു. ലഹരിക്കെതിരെയുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൽ തുഫാൻ വാരിയറായി പ്രവർത്തിക്കുമെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. Thank you, sir. Audience, please be seated. The moment has